അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താ 4 ജപമാല ആർക്കുള്ളതാ? അപ്പൊ ഞാൻ ചിന്തിച്ചു ബ്രദറിന്, ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, ഇങ്ങനെ ഞാൻ അവരുടെ ഫാമിലിക്ക് വേണ്ടി ചിന്തിച്ചു. പക്ഷെ അതാവ് ഇത് കണ്ടിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെയൊന്ന് നോക്കി തല കുലുക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആദ്യം ഒരു ജപമാല എടുത്ത് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് നമ്മളുടെ 53 മണി ജപമാല, ഇത് ഞാൻ ഇവനെ ധരിപ്പിക്കുക. അങ്ങനെ ആ ജപമാല അമ്മ കഴുത്തിലിട്ട് കൊടുത്തു. രണ്ടാമതൊരു ജപമാല എടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്നതാ? അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് കരുണയുടെ ജപമാലയാ, ഇതും എൻ്റെ കുഞ്ഞിനെ ഞാൻ ധരിപ്പിക്കുക. മൂന്നാമതൊരു ജപമാല കാണിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് തിരുഹൃദയക്കൊന്തയാ, ഇത് എൻ്റെ കുഞ്ഞിനെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുക. പിന്നെ ഒരു ജപമാല എടുത്ത് കാണിച്ചു, ഇത് തിരുരക്ത കണ്ണുനീരിന്റെ കൊന്തയാ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓ എൻ്റെ മാതാവേ, ഈ 4 ജപമാല ഈ പുള്ളിയുടെ കഴുത്തിലങ്ങ് ഇട്ടുകൊടുത്തപ്പം പുള്ളി ഇങ്ങനെ വണ്ണം വെച്ച് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേനും ബ്രദർ ഇങ്ങനെ വചനം പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങുമ്പോഴത്തേനും എത്രമാത്രം ഉയരമുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത്രമാത്രം ഉയരത്തിൽ നിന്ന് ഇത്രയും വണ്ണത്തില് ഒരു സ്വർണ്ണ കുരിശുരൂപം ആ അൾത്താരയിൽ അങ്ങ് വന്നു നിന്നു. അതിന്റെ പിറകിലാണ് ഈ ബ്രദർ നിൽക്കുന്നത്. ഈ കുരിശുരൂപം ഇങ്ങനെ വെട്ടി തിളങ്ങുക. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുവാണ്, അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ അൾത്താരയില് വലിയൊരു സ്വർണ്ണക്കസാര വന്നിരുന്നു. വലിയ സിംഹാസനം പോലുള്ള ഒരു ചെയർ വന്നിരുന്നു. ആ ചെയറിനകത്ത് രാജാതിരാജനായ ഈശോ വലിയ സ്വർണ്ണ കിരീടം വെച്ച് 2 കൈയും കെട്ടി പുള്ളി ഈ ശുശ്രൂഷ മുഴുവനും അവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പുള്ളി പറയുന്ന ഓരോ വചനങ്ങളും തീക്കട്ട പോലെ ഓരോ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചിലരുടെ അടുത്ത് ചെന്നിട്ട് അത് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നതെല്ലാം ഈശോ ഒരു ഗോള് പിടിക്കുന്നത് പോലെ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ആ വചനം സ്വീകരിക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചു, ഇത് എന്നതാ കർത്താവേ? അപ്പൊ ഈശോ പറയാണ്, വചനം സ്വീകരിക്കാൻ അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളുണ്ട്, അവർക്ക് ഈ വചനം സ്വീകരിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്ന്. ആ ഒരു ധ്യാനം വലിയ അനുഭവമായിരുന്നു. അവിടെ വെച്ച് പിന്നീട് സമൂഹത്തിൽ ഈ ഗ്രൂപ്പിന് നടന്ന കുറേ കാര്യം കാണിച്ചു തന്നു. അതിൽ 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, ഞാനിങ്ങനെ ഇത്രയും ഇതെല്ലാം കടന്നു കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ഇടയ്ക്ക് വീണ് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണണേ. അപ്പൊ ഞാൻ കാണുകയാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ 2 കൈയും കൊണ്ടുവന്ന് ആ ആളുടെ ഹാർട്ട് ഇങ്ങ് എടുത്തു. എന്നിട്ട് ആൾത്താരയിൽ ഇരിക്കണ മേശയിൽ അങ്ങ് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നോക്കിയപ്പം അതിനകത്തൊക്കെ ഇങ്ങനെ വിണ്ട് കീറി കുറെ ദ്വാരങ്ങളൊക്കെ. ഈശോ കുറച്ച് വെള്ളം എടുത്ത് അതെല്ലാം കഴുകി ഒരു തരം വൈറ്റ് തുണി കൊണ്ട് അതൊക്കെ ഒപ്പിയെടുത്ത് ആ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് നിന്നപ്പോൾ ആ മുറിവൊക്കെ ഉണങ്ങി. എന്നിട്ട് ആ പുള്ളിയുടെ ഹാർട്ടിലേക്ക് ശരീരത്തിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈശോ പറയാണ്, ഞാനൊരു ഹാർട്ട് രോഗിയെ ഇപ്പൊ സുഖപ്പെടുത്തിയതാന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുക